ഹായ് ഫ്രണ്ട്സ്, ടോൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഷിംലയിലെ ജാക്കു ടെമ്പിൾ കാണാനാണ് പോകുന്നത്. നമ്മൾ മാൾ റോഡും അതുപോലെ തന്നെ അവിടെ നിന്ന് റിഡ്ജും സ്കാൻഡൽ പോയിൻറ്റും എല്ലാം കണ്ട് അതിലെ തന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഈ മക്ഡൊണാൾഡിൻ്റെ മുമ്പിൽ തന്നെ ഇവിടുത്തെ ടൂറിസം വകുപ്പിൻ്റെ വണ്ടി ഇന്നോവ കിടക്കുന്നുണ്ട്. ഈ ഇന്നോവയിലൂടെ പോയാൽ നമുക്കൊരു 20 രൂപ കൊടുത്താൽ ഈ ജാക്കു ടെമ്പിളിലേക്ക് എത്താം. കുറച്ച് അതിൽ ആൾക്കാർ എത്തിയതിന് ശേഷമോ വണ്ടി പോകുള്ളൂ. ഒരാളെയും കൊണ്ട് പോയാൽ അവർക്ക് മുതലാവില്ലല്ലോ. 20 രൂപയാണ് നമ്മുടെ ഇത് മേടിക്കുന്നത്. അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ച് പേരൊക്കെ വന്നു, യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അത്രേ ദൂരം നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നടന്ന് എത്താവുന്ന ദൂരമാണ്. പക്ഷേ 20 രൂപ നമ്മൾ ഒത്തിരി ഇതിലെല്ലാം നടന്ന് ക്ഷീണിച്ച കാരണം നമ്മൾ കാറിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിലെല്ലാം വളരെ ഭംഗിയുള്ള പ്രദേശങ്ങളെല്ലാം കണ്ട് താഴ്വാരമൊക്കെ കണ്ട് ആണ് നമ്മളുടെ ഈ യാത്ര. വേറൊരു വണ്ടി സൈഡിൽ നിന്ന് വന്നാൽ സൈഡ് കൊടുക്കുന്നതിന് വേണ്ടിയെല്ലാം ഒതുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും കൈ കാണിച്ചാലും ഇവർ നിർത്തും. ആ പ്രദേശത്തുള്ള ജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. ടൂറിസ്റ്റുകളെ മാത്രമല്ല, അവിടെയുള്ള വീട്ടുകാരെയും ഇതിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. ടൂറിസ്റ്റുകൾ കൂടുതലുമായും ഇതിൽ വരാറില്ല. അവിടെ നിന്ന് ടാക്സി എടുക്കും. ടാക്സിക്ക് പൈസ കൂടുതലാണ്. ഷെയർ ടാക്സിയും കിട്ടും. എന്നിരുന്നാലും നമുക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതാണ് കൂടുതൽ ഗുണം. അല്ലെങ്കിൽ നടന്നു തന്നെ പോകാം. കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമുണ്ട്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോകാനുള്ള എല്ലാവിധ സൗകര്യവുമുണ്ട്. ഈ കാറ് പോകുന്ന റൂട്ടിലൂടെയല്ല നമ്മൾ നടന്നു പോകുന്നത്, വേറൊരു റൂട്ടിലെവിടെയാണ്. അത് ചില ഭാഗങ്ങളിലൊക്കെ കാറ് വരുന്ന റൂട്ടിലൂടെയും ടച്ച് ചെയ്തു പോകുന്നു എന്ന് മാത്രം. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുള്ള ഒരു പുരാതനമായും ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ ജാക്കു ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് റിഡ്ജിന് കിഴക്കായി 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു ചെറിയ കൊടുമുടിയുടെ മുകളിലാണ് ജാക്കു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8850 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹനുമാൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ സജ്ജീവിനി തിരയുന്നതിനിടയിൽ ഹനുമാൻ വിശ്രമിച്ച സ്ഥലം എന്നും കൂടി ഇവിടം വിശ്വസിക്കുന്നു. 108 അടി ഉയരത്തിലുള്ള ഹനുമാൻ്റെ വലിയ ഒരു പ്രതിമ ഇവിടെയുണ്ട്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ 98 അടി ഉയരമുള്ള ക്രൈസ്റ്റ് ദ റെഡീമറിൻ്റെ പ്രതിമയേക്കാൾ ഉയരം കൂടുതലുള്ളതാണ് ജാക്കു ടെമ്പിളിലെ ഈ പ്രതിമ. നമ്മുടെ ഇന്നോവയിലെ ഡ്രൈവറാണ്. ഒറ്റക്കൈയും കൊണ്ട് വണ്ടി ഓടിച്ച് മറുകൈയും കൊണ്ട് ഫോണും വിളിച്ച് പോവാണ്. ഏതായാലും ഈ 2 ബിൽഡിങ്ങുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ലാത്ത സ്ഥലത്താണ് ഫോൺ എടുത്തേക്കണേ. വലിയ കുഴപ്പമില്ല. ചിലയിടത്തൊക്കെ ബാരിക്കേഡ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ അഗാധമായ കൊക്കയൊക്കെയാണ്. ചില സൈഡിൽ കുഴപ്പമില്ല. ഇവിടെയൊന്നും കുഴപ്പമില്ലാത്ത പ്രദേശമാണ്. അപ്പോൾ ഇവരിവിടുത്തെ ഡെയിലി 8-10 പ്രാവശ്യം പോകുന്ന എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സാണ്. നമ്മുടെ നേരത്തെ വഴിയിൽ നിന്ന് കയറിയ പെൺകുട്ടി ഇവിടെയുള്ള ഈ കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യമാണ്. ഇവിടുന്ന് അതും മേടിച്ച് ആളിപ്പോൾ തന്നെ വരും. ഇങ്ങനെയൊക്കെ ചിലതൊക്കെ നമ്മൾ സൗകര്യങ്ങളെല്ലാം ഈ ഡ്രൈവർ ചെയ്തു കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. 2010 നവംബർ 4 ജാക്കു ടെമ്പിളിൽ ഹനുമാൻ്റെ ഈ വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് 108 അടിയുള്ള ഈ പ്രതിമ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചത് ബോളിവുഡ് ഫിലിം സ്റ്റാറായ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചൻ ആണ് എന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. പക്ഷേ നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും എന്താണ് ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ട് ഇത് ഉദ്ഘാടനം
കഴിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പ്രതിമ അനാച്ഛാദനം നടത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് യാത്ര വീണ്ടും തുടരാം. അവിടെ നിന്ന് ഒരു വണ്ടി വരുമ്പോൾ സൈഡ് ഒതുക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ഡ്രൈവർ. ജാക്കു ടെമ്പിളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും വളരെ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ ദേവദാരു മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഷിംലയിലെത്തുന്ന സന്ദർശകർ നിർബന്ധമായും ഈ ജാക്കു ടെമ്പിൾ കണ്ടിരിക്കണം. നിറയെ പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും അടങ്ങിയ ഈ പ്രകൃതി സുന്ദരമായ ഈ വനത്തിലൂടെയുള്ളൊരു യാത്ര വളരെ നമുക്ക് മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒരു യാത്രയും കൂടിയാണ്. വണ്ടിയിൽ പുറകിൽ രണ്ട് ഫാമിലിയുണ്ട്. നമ്മൾ ആ ഫാമിലിയുടെ ചിത്രം നമ്മൾ ചിത്രീകരിച്ചില്ല, കാരണം അവരോട് ചോദിക്കാതെ അത് ചെയ്താൽ മോശമാവും എന്നുള്ളതുകൊണ്ട് വണ്ടി വീണ്ടും ഒതുക്കി ഒറ്റ വരിക്ക് വണ്ടിക്ക് പോകാനേ പറ്റുള്ളൂ. നമ്മൾ ഒതുക്കി നിർത്തി കൊടുക്കണം. മുകളിൽ നിന്ന് ഒരു വണ്ടി വന്നു, അതുകൊണ്ട് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വണ്ടിക്കാരനെയും വിട്ടിട്ടാണ് നമ്മുടെ ഡ്രൈവർ പോകുന്നത്. നമ്മൾ റിവേഴ്സ് എടുത്താണ് മുമ്പിലുള്ള വണ്ടി കയറി പോയതിന് ശേഷം നമ്മളും പോകുന്നു. അങ്ങനെ ഒരു ഇടുങ്ങിയ പാതയിലൂടെയാണ് ഈ മുകളിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പ്രകൃതി രമണീയമായ ദേവദാരു മരങ്ങളും അതുപോലെ തന്നെ പൈൻ മരങ്ങളും നിറഞ്ഞ ഈ പ്രദേശത്തിലൂടെയുള്ള ഈ യാത്ര. ക്ഷേത്രം സന്ദർശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രശ്നക്കാരായ കുറച്ച് പേർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. മറ്റാരുമല്ല, നമ്മുടെ ഹിമാലയൻ കുരങ്ങുകൾ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവ കുറച്ച് അപകടകാരികളാണ്. നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ പിടിച്ചു കൊണ്ടുപോകും. അത് വിലപിടിപ്പുള്ള ആയാലും ക്യാമറയായാലും എല്ലാം. ചിലപ്പോൾ അത് അവരുടെ കയ്യിൽപ്പെട്ടാൽ നമുക്കത് തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ ബാഗ് ഒരു കുരങ്ങൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. എന്നോട് കടക്കാരൻ ഞാനത് ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ വാങ്ങി അത് അയാൾ അവിടെ ക്യാമറ വെച്ചു. അല്ലെങ്കിൽ അതും നമ്മളിൽ നിന്ന് കൊണ്ടുപോയേനെ. കടക്കാരൻ കപ്പലണ്ടി പൊതി ഒക്കെ ഇട്ടുകൊടുത്ത് ആ കുരങ്ങനെ വശീകരിച്ചാണ് ആ ബാഗ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു സ്ഥലം കൂടിയാണ്. കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമുള്ളൊരു സ്ഥലമാണിത്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ജാക്കു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ഈ ഇന്നോവയുടെ ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഇതവിടെ പോയി അടുത്ത അവിടെ ഈ അമ്പലം കണ്ട് തിരിച്ചിറങ്ങി വന്ന് നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെയും കൊണ്ട് തിരിച്ചു വന്നാൽ പിന്നീട് ഇതങ്ങോട്ട് തിരിച്ചു വരില്ല. 6 മണി വരെയാണ് ഈ യാത്ര അങ്ങോട്ടേക്കുള്ളത്. അതുകൊണ്ട് അതൊരു ചെറിയൊരു പ്രശ്നമായി. ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ഷെയർ ടാക്സി, അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് അവർ വളരെ കൂടുതൽ ടൂറിസ്റ്റ് ഏരിയ ആയ കാരണം വില കൂടുതൽ പറയും. അതുകൊണ്ട് അതെല്ലാം ആലോചിച്ച് വണ്ടിയിലിരുന്നു. ഞാൻ എങ്ങനെയായാലും തിരിച്ച് ഇതൊക്കെ കണ്ട് നടക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ്. അങ്ങനെ നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഏകദേശം അതിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടിയുള്ളൂ. നമുക്കിവിടെ നിന്ന് കാണാം ഈ വണ്ടികളെല്ലാം ഈ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് മുകളിൽ കയറിയാൽ ഒരു വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവിടെ ഒരു ഞാൻ നോക്കിയപ്പോൾ ക്യാമറ അവർ തടഞ്ഞു. ഒരു റെസിഡൻഷ്യൽ ഒരു ഏരിയ ആണ് അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് അടുത്ത താഴേക്ക് പോകാനുള്ള ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അവർ ആ വണ്ടിയിൽ പോയാൽ
നമുക്ക് തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കേണ്ടി വരും. ഈ കുറച്ച് സ്റ്റെപ്പുകളെല്ലാം കയറി മുകളിലെത്തിയാൽ നമുക്ക് ഈ ജാക്കു ടെമ്പിളിലേക്ക് എത്താം. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കല്ല്, നല്ല രീതിയിൽ പാവിയ സ്റ്റെപ്പുകളാണ്. ഒരു സൈഡ് ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞ ഈ ഭാഗം അങ്ങനെയുള്ളൊരു വ്യൂയിലൂടെ നമ്മൾ മുകളിലോട്ട് എത്തിയാൽ ഇവിടെ നമുക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു കോഫി ഷോപ്പാണ്. അവിടെ നിന്ന് മെല്ലെ വീണ്ടും ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് എത്തിയാലാണ് ഈ അമ്പലം കാണാൻ കഴിയുക. അങ്ങനെ നമ്മൾ അകലെ കാണുന്നതാണ് അമ്പലം. അങ്ങനെ നമ്മൾ ജാക്കു ടെമ്പിളിൻ്റെ ആ മുകൾ ഭാഗത്ത്, ആ ചെറിയ കൊടുമുടിയുടെ മുകൾ ഭാഗം എത്തി. ഇവിടെ നിന്നാൽ ഷിംല ഒരുവിധം എല്ലാ ഭാഗങ്ങളും കാണാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉയരമുള്ള ഈ പ്രദേശത്ത് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലം ആദ്യമായാണ് കാണാൻ സാധിച്ചത്. നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച്, ഒത്തിരി പൂച്ചെടികളൊക്കെ പിടിപ്പിച്ച് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ഇരിക്കാനുള്ള ഇടങ്ങളൊക്കെ തയ്യാറാക്കി. ഇവിടെ നിന്ന് താഴ്ചയ്ക്കുള്ള ഒരു ചെറിയ വ്യൂ മാത്രമാണ് കിട്ടുന്നുള്ളൂ. പലയിടത്തും മരങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാം. കാരണം താഴ്വാരം നമുക്ക് അങ്ങനെ ദൃശ്യമായി കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഹനുമാൻ പ്രതിമ ഈ താഴത്തുനിന്നും പല ഭാഗങ്ങളിൽ നിന്നും കാണാമെന്നാണ് അറിഞ്ഞത്. നല്ല മനോഹരമായ ചെടികളെല്ലാം പൂത്തു നിൽക്കുന്ന ഈ അമ്പലത്തിൻ്റെ ഈ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. ടൂറിസ്റ്റുകളെല്ലാം വന്ന് ചിത്രങ്ങളെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക് ഒത്തിരി പേർ ഇവിടെ പോസ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ചെറിയ വഴിയോര കച്ചവടക്കാരൻ അവിടെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് ജാക്കു ടെമ്പിൾ. ഇവിടെയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് 2 കുട്ടികൾ ഇവിടേക്കും നിൽക്കുന്നുണ്ട്. അവർ കുട്ടിയൊക്കെ ഡാൻസ് ചെയ്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. ഈ പ്രദേശമെല്ലാം ചുറ്റിക്കറങ്ങി നടന്നു കണ്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം എന്നുള്ള ചിന്തയോടുകൂടി ഈ പ്രതിമ കാണാനുള്ള അതിൻ്റെ പുറകുവശത്തേക്ക് ചെന്നപ്പോഴാണ് അവർ എൻ്റെ നിന്ന് ക്യാമറ മാറ്റിവെക്കാൻ പറഞ്ഞത്. കാരണം കുരങ്ങന്മാരത് പിടിച്ചു പറിക്കും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെയെല്ലാം നടന്ന്, അതൊരു ചെറിയ ഒരു അമ്പലമാണ്, നമുക്ക് കാണാം. ഞാൻ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രാത്രിയായി. രാത്രികാല ഷിംലയുടെ ഒരു ദൃശ്യമാണിത്. ഇവിടെ നിന്ന് ഇനി നേരെ പോകേണ്ടത് വീണ്ടും 3-4 കിലോമീറ്റർ നടന്ന് താഴത്തെത്തി അവിടെ നിന്ന് ഈ റിഡ്ജും അത് കഴിഞ്ഞാൽ മാൾ റോഡിലൂടെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന പോലെ ലിഫ്റ്റ് കിട്ടും. ആ ലിഫ്റ്റിൽ താഴത്തേക്ക് ഇറങ്ങി വേണം നമുക്ക് പോകാൻ. ഈ ലിഫ്റ്റിൻ്റെ സിസ്റ്റം വളരെയധികം നല്ലതാണ്. അപ്പോൾ ഒത്തിരി പേർ വണ്ടിയൊന്നും ഓടിച്ചിങ്ങോട്ട് വരാൻ തയ്യാറാവില്ല. വണ്ടി ഇവിടേക്ക് കടത്തിയും വിടില്ല. അതുകൊണ്ട് പൊല്യൂട്ടഡ് അല്ല. നമുക്ക് കാൽനട യാത്രക്കാർക്കും ഈ പ്രദേശത്തുള്ള വീട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ റെസിഡൻസ് ഏരിയയിലുള്ളവരൊക്കെ സൊറ പറഞ്ഞിരിക്കുന്നതിനും ഒരു നൈറ്റ് വാക്ക് നടത്തുന്നതിനൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ റിഡ്ജും അതുപോലെ തന്നെ സ്കാൻഡൽ ഏരിയയുമെല്ലാം തന്നെ. ഈ സ്കാൻഡൽ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു ദൃശ്യമാണ്. ഒരാൾ ഇതേപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാൾ റോഡ്. നമ്മൾ ഇതിലൂടെയാണ് നേരത്തെ മുകളിലേക്ക് കയറി വന്നത്. ഈ മാൾ റോഡിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നിറഞ്ഞ ഒരു പ്രദേശമാണ്. കഴിഞ്ഞ വീഡിയോയിലും ഇതിനെപ്പറ്റി ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാൻഡഡ് ഐറ്റവും തദ്ദേശീയമായ ഐറ്റവും എല്ലാം തന്നെയുള്ള ഒരു പ്രദേശം.
ഈ പ്രദേശത്ത് നമ്മുടെ സിറ്റികൾക്കും സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ്. ചില പ്രദേശങ്ങളിൽ വണ്ടി കടത്തി വിടാതിരിക്കുക. അവിടെ വണ്ടി എത്തിയാലാണ് ബിസിനസ് കൂടുതൽ കിട്ടുകയുള്ളൂ എന്നുള്ള ബിസിനസ്സുകാരുടെ ഒരു അഭിപ്രായത്തോടെ എനിക്ക് എതിർപ്പാണ്. കാരണം ഈ പ്രദേശത്ത് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ നടന്നായാലും ഇവിടെ വരും. ഈ പ്രദേശം കണ്ടാൽ നമുക്ക് മനസ്സിലാകാം. ടൂറിസ്റ്റുകളായാലും തദ്ദേശീയരായാലും തന്നെ ഇതിലെ നല്ല തിരക്കേറിയ ഒത്തിരി ബിസിനസ് നടക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാണിത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ട് പോയാണ് നമുക്ക് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുക. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മഴ കുറവാണ്. രാത്രിയായാലും ആൾക്കാരൊക്കെ ഉണ്ട് ഈ ടൗണിൽ. ഒത്തിരി കടകൾ നമ്മൾ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ ഉതകുന്ന വിധം സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മളെ മാടി വിളിക്കുന്ന കടക്കാരുമുണ്ട് വഴിനീളെ. ഇവിടെ കുറച്ച് പേർ കൂടി നിന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ കുട്ടികളെ ഉന്തിക്കൊണ്ടുവന്ന ഉന്തിക്കൊണ്ടുവന്ന പോലുള്ള വണ്ടികൾ, കുട്ടികളെ ഉന്തിക്കൊണ്ടുപോകുന്ന ഇതിവിടെ വാടകയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ മുന്നിൽ അതൊരു നല്ല ഒരു ബിസിനസ് ഏർപ്പാടായി എനിക്ക് തോന്നി. നമുക്ക് കുട്ടികളെ വഹിക്കും വേണ്ട, അതിനൊരു ചെറിയ ഇവരൊക്കെ അങ്ങനെ വാടകയ്ക്ക് എടുക്കുന്നതാണ്. കുട്ടികളെ ഉന്തിക്കൊണ്ടുപോയി ഇവിടെ കുറച്ച് പേര് അതൊക്കെ കൂട്ടിവെച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അതും ഒരു ടൂറിസ്റ്റുകളെ കൊണ്ട് ഒരു ബിസിനസ് നടത്തുന്ന ഇവിടുത്തെ ഈ തദ്ദേശീയരുടെ ഒരു വരുമാന മാർഗം. എല്ലാ ഷോപ്പുകളും നല്ല നിറത്തിലുള്ള ലൈറ്റുകളെല്ലാം കത്തിച്ച് നമ്മളെ ആകർഷിപ്പിക്കും വിധം ഷോപ്പുകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. നല്ല സൈലൻ്റായ ഈ വീതിയിലൂടെ ഒത്തിരി കഫേകളും ലിക്കർ ഷോപ്പും എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇതെല്ലാം കണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത് വാടകയ്ക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ നമുക്ക് താഴേക്ക് പോകാനുള്ള ലിഫ്റ്റ് കിട്ടുന്ന ആ സ്ഥലത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയോ ആണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടപോലെ കുട്ടികളെ കൊണ്ടുപോകുന്ന ആ വണ്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എത്തിപ്പോയി. ലിഫ്റ്റ് നമുക്ക് താഴത്തേക്ക് പോകാനുള്ള ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് താഴേക്ക് പോവാം. ഡൗൺ അപ്പുറത്ത് മുകളിലേക്ക് വരുന്നതായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം.